മോളെ ഈ കുട്ടിയെ സെലക്ട് ചെയ്തിരിക്കുക. ഇനി നിനക്ക് പോകാം. മോളെ വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വാ. രാഘവ, ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പെട്ടെന്ന് വാ. പിന്നെ അവൾക്ക് താമസിക്കാനുള്ള റൂമും കൂടി ശരിയാക്കി കൊടുക്ക്. ശരി സാർ. ഒരു പ്രാവശ്യം കുട്ടികൾക്ക് ഇവളെ ഒന്ന് കാണണ്ടേ? ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാ. ഈ മത്സരത്തിൽ നീ പക്ഷഭേദം കാണിച്ച് ഈ മകൾക്ക് ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കി മറ്റേ മകളെ നീ പുറത്താക്കിയല്ലേ? ഈ മാർഗം നല്ലതല്ല. ഇത് അവളുടെ വിധിയാ. അതിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? എത്ര സഹായിച്ചിട്ടും സെലക്ഷനിൽ ഫെയിലിയർ ആയി പോയി. ഞങ്ങളോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ സെലക്ട് ചെയ്തത്? നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഞങ്ങളോട് കൺഫേം ചെയ്യാൻ പറയുന്ന ശരിയാണോ അങ്കിളെ? അവരാരായാലും ഇപ്പൊ എന്താ? കുട്ടികൾക്ക് ഇവളെ ഇഷ്ടപ്പെട്ട എനിക്ക് അതും മതി ഗുപ്ത. ഞങ്ങൾക്ക് ആ കെയർടേക്കർ ഇഷ്ടമല്ല അങ്കിളെ. കാണാതെയും കേൾക്കാതെയും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അഞ്ജലി മോളെ? കണ്ടാലും ഞങ്ങളുടെ ആൻസർ അത് തന്നെയാ. കേട്ടോ? മോള് കണ്ട ആ പെണ്ണിന് നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ആ പാർവതിയെ ഞാൻ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുമെന്നാണോ? ഈ മഹേശ്വരിയുടെ മാർഗത്തിന് തടസ്സമായവൾ നിന്നാൽ എനിക്കിതങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ഞാൻ എന്റെ കുട്ടികളെ വിട്ടുപിരിഞ്ഞ് ഞാൻ അവരോട് എന്താ പറയേണ്ടതെന്ന് പോലും അറിയാതെ, എന്ത് ചെയ്യണമെന്നും മനസ്സിലാവാതെ ഈ നിമിഷം വരെ ഒരുപാട് വേദനിച്ചിരുന്നു. പക്ഷെ ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും എന്റെ കുട്ടികളുമായിട്ട് ഒരുമിപ്പിക്കണം ഗുപ്ത. ഞാൻ അവളെ എത്ര പ്രാവശ്യം ഈ വീട്ടിൽ നിന്നും വീട്ടുകാരിൽ നിന്നും അകറ്റി നിർത്താൻ കഴിയുന്നതും ശ്രമിച്ചിട്ടും അത് ചുമരിലടിക്കുന്ന പന്ത് പോലെ അകന്നു പോകുന്ന ഓരോ സമയവും ഇരട്ടി ശക്തിയോടെയാ തിരിച്ചു വരുന്നേ. അവള് കാരണം എനിക്കെന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്റെ മനസ്സിലിരുന്നാരോ പറയുന്നുണ്ട്. ആ പെണ്ണിനെ നേരത്തെ അറിയോ മാഡത്തിന്? അമ്മോ, മാഡം പറയുന്നത് കേട്ടോ. മാഡത്തിന് ആ പെണ്ണ് വരച്ച വരെ നിർത്തുമെന്നാ തോന്നുന്നത്. നമുക്ക് പറഞ്ഞയക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുട്ടികളെ കൂട്ടുപിടിച്ച് അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയേ മതിയാവൂ. അത് കുറച്ച് ബുദ്ധിമുട്ടാവും. വേറെ എന്തെങ്കിലും മാർഗം നോക്കിയല്ലോ മാഡം. മാഡം എങ്ങനെ പ്ലാൻ ചെയ്താലും നടക്കുമെന്ന് തോന്നുന്നില്ല. കുട്ടികൾ മാഡത്തിനെ കാണുമ്പോൾ തന്നെ പേടിക്കുകയും ചെയ്യും, വെറുക്കുകയും ചെയ്യും. രാക്ഷസി പോലെ അവര് കാണുന്നേ. അങ്ങനെയുള്ളപ്പോ മാഡം പറഞ്ഞെന്ന് വെച്ച് ആ പെണ്ണിനെ അവര് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുവോ? അതെ, പറഞ്ഞു വിടും. ഞങ്ങള് താഴെ വന്ന് ആ കെയർടേക്കറെ പറഞ്ഞു വിടും. അത് കുഴപ്പമില്ലെന്ന് പറയും. ഞങ്ങൾ വരാം. അയ്യോ എന്റെ അഞ്ജലി മോളെ, പ്ലീസ്. ഡാഡി ഇതറിഞ്ഞാ വീണ്ടും നിങ്ങളോട് ദേഷ്യപ്പെടും. മുമ്പ് നിങ്ങൾ സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടത് കണ്ടില്ലേ? ഡെയിലി നിങ്ങളെ വഴക്ക് പറയുന്നത് കൊണ്ട് അദ്ദേഹം വല്ലാത്ത വിഷമത്തില്ല. അതറിയോ നിനക്ക്? ഈ പെൺകുട്ടിയെ കാണുമ്പോ എന്താന്നറിയില്ല, എന്റെ കുട്ടികളെ വളരെ നന്നായി ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നു. അവളുടെ നല്ല സ്വഭാവം എന്റെ കുട്ടികളെ നന്നായി സംരക്ഷിക്കുമെന്ന് തോന്നുന്നു ഗുപ്ത. അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നത് വരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഇനി മാഡം കുട്ടികളോട് എങ്ങനെ ഇടപഴകാൻ പോകുന്നത്? ഇത്രയും നാളും മഹേശ്വരിയുടെ ദേഷ്യവും പകയും മാത്രമേ കണ്ടിട്ടുള്ളൂ. നാളെ മുതൽ അങ്ങോട്ട് അവര് മഹേശ്വരിയുടെ സ്നേഹം അനുഭവിക്കാൻ പോവാണ്. കുട്ടികളെ എന്റെ ഭാഗത്തേക്കാക്കിയിട്ട് അവരുടെ ഉള്ളിൽ അവളോടുള്ള അടങ്ങാത്ത പകയും ദേഷ്യവും നിറയ്ക്കും ഞാൻ. കുട്ടികളുടെ മനസ്സിൽ അവളെ ഒരു രാക്ഷസിയാക്കി മാറ്റും ഞാൻ. രാക്ഷസിയെ പോലുള്ള മഹേശ്വരി ആന്റിയെ ആദ്യം വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു. ഇനി വീണ്ടും ഒരാളെയും കൂടി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണോ? ശരി, ഞങ്ങളുടെ ഡാഡിക്ക് വേണ്ടി ഞങ്ങൾ വരാം. ശരി, താഴേക്ക് പോവാം. അവരെ നമുക്ക് ഇഷ്ടപ്പെട്ടാ ഓക്കെ പറയാം, ഇല്ലെങ്കിൽ നോ പറഞ്ഞേക്കാം. ശരി, വാ.
വാ, കുട്ടികൾ അവളെ കാണുന്നത് നമുക്ക് പോയി നോക്കാം. അവളെ എന്റെ കുട്ടികൾക്ക് ഇഷ്ടമാകുമോ എന്തോ. ആ മകൾക്കും നിന്റെ 4 കുട്ടികൾക്കും തമ്മിൽ മുൻപേ തന്നെ പരിചയമുണ്ട്. എങ്ങനെ? നിന്റെ കുട്ടികൾ ഈ വീട് വിട്ട് പുറത്തു പോയപ്പോ അവരെ രക്ഷപ്പെടുത്തി രാഘവനോട് വിളിച്ചു പറഞ്ഞ ആ മകളാണ് ഈ മകൾ. എന്താ ഗുപ്ത നിങ്ങൾ ഈ പറയുന്നേ? എന്നോട് സ്നേഹമുള്ളവർക്കും ഞാൻ സ്നേഹിക്കുന്നവർക്ക് പോലും അറിയാതെ ആരാന്നോ എന്താന്നോ അറിയാത്ത ഇവൾക്ക് എങ്ങനെ എന്നെ കാണാൻ പറ്റുക? എന്റെ കുട്ടികളെ ഇവൾക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റിയത്? എന്നിട്ട് ഒരു കെയർടേക്കറായിട്ട് ഈ വീട്ടിലേക്ക് എങ്ങനെ എത്തിയത്? ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത് ഗുപ്ത? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ദൈവത്തിന്റെ നിശ്ചയമാണ്. വിധിയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെയേ നടക്കൂ. സംഭവിക്കുന്നത് ആർക്കും മാറ്റാനും കഴിയില്ല, രക്ഷപ്പെടാനും കഴിയില്ല. ആ മകൾ ഇവിടെ വരണമെന്നുള്ളത് ദൈവനിശ്ചയമാണ്. അതാണ് സംഭവിക്കുന്നത്. ഇത് പുനർജന്മ കടം വീട്ടാനുള്ള ബന്ധമാണ് മകളെ. ഞാനൊരു അന്യല്ല, ചേച്ചി. ആരെങ്ങനെ ശ്രമിച്ചാലും ഈ ബന്ധം ഒരിക്കലും മുറിക്കാൻ കഴിയില്ല. ആ മകൾക്ക് നിന്നെ കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ദൈവം തീരുമാനിച്ചതാണ്. ഇങ്ങോട്ട് നോക്കി. നഖം കടിക്കുന്നത് അത്ര നല്ലതല്ല. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും നീ മാറ്റുവാനായി ശ്രമിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കും. അത് നിനക്കോ എനിക്കോ തടയാൻ കഴിയില്ല. നീ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടുകളും വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം മകളെ. ശരി ഗുപ്ത, ഞാൻ ശ്രദ്ധിച്ചു നിൽക്കാം. നിങ്ങളെ ഞാനിനി മറക്കില്ല. ഇനിയിപ്പോ കുട്ടികളെല്ലാരും കൂടി എന്തൊക്കെ പ്രശ്നമാണ് അവ ഉണ്ടാക്കാൻ പോകുന്നത്? രാഘവ, കുട്ടികളെന്താ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നെ? ഈ പെണ്ണിന്റെ കുട്ടികൾക്ക് മുൻപേ അറിയോ? അത് പിന്നെ മാഡം, അന്ന് കുട്ടികളെ കാണാതായപ്പോ ഒരു പെണ്ണിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആ പെണ്ണാണ് മാഡം ഈ പെണ്ണ്. ഇവരാണ് ഈ കുട്ടികളെ രക്ഷിച്ചത്. അതെയോ? നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കുട്ടികൾ തന്നെ ഇവളെ പുറത്താക്കിക്കോളൂ. ഗുപ്ത, കുട്ടികൾ എന്തിനാ ആ പെണ്ണിനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന? ഹായ് കുട്ടികളെ. ബൈ. പിള്ളേര് പറഞ്ഞതെല്ലാം ഓർഡർ ചെയ്ത് കൊടുത്തു. ആ നന്ദി ഓർത്തിട്ടെങ്കിലും ഒന്നും പറയാതിരുന്നാ മതിയായിരുന്നു. കുട്ടികളെ, ഇതാണ് നിങ്ങളുടെ പുതിയ കെയർടേക്കർ.
പിള്ളേരുടെ മുഖം കാണുമ്പോഴേ അറിയാം, ഉറപ്പായിട്ടും ഇവരെന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും. ആഹാ, ജോബിൽ ചേരുന്നതിന് മുമ്പ് തന്നെ ജോലിന്ന് പറഞ്ഞു വിടുന്ന ആദ്യത്തെ ആള് ഞാനായിരിക്കും. ഞങ്ങൾക്ക് കെയർടേക്കറായി നിങ്ങൾ എല്ലാവരും ചേർന്ന് സെലക്ട് ചെയ്തത് ഇവരെയാണോ? അതെ മക്കളെ, എന്താ അങ്ങനെ ചോദിക്കുന്നേ? ഞങ്ങളുടെ പ്ലാൻ എല്ലാം കുളമാക്കി ഞങ്ങളെ അങ്കിളിനെ പിടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണോ? അത് മാത്രമല്ല, ഞങ്ങളുടെ കെയർടേക്കർ ആയിട്ട്. അത് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ വരുമെന്ന്. മിസ്റ്റർ ഗുപ്ത, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. മൂന്നാല് വട്ടം ആലോചിച്ച് എല്ലാം മനസ്സിൽ വെച്ച് എല്ലാം ഓർത്തു വെച്ചോണ്ട് ഞങ്ങൾ എല്ലാരും ഒരുമിച്ചെടുത്ത ഡിസിഷൻ ഞങ്ങൾക്ക് ഈ കെയർടേക്കർ ഓക്കെ. യെസ് മിസ്റ്റർ ഗുപ്ത, എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. എന്റെ തങ്കക്കുടങ്ങള്. മകളെ, നിന്റെ കുട്ടികളെ നോക്കാൻ വേണ്ടി ആ ചെറിയ മകള് അവളെ തിരഞ്ഞെടുത്തതൊന്നുമല്ല. പിന്നെന്തിനാ? കാത്തിരുന്ന് കാണും അതിന് ശേഷമുള്ളത്. അതിനുശേഷം പിന്നെ എന്തിനാ പറയുന്നേ? നിങ്ങളും അങ്ങോട്ട് നോക്കിയിരിക്കും. അഞ്ജലി, എല്ലാവരും ഓക്കെ പറഞ്ഞതുകൊണ്ട് നീയും ഓക്കെ പറയണമെന്നില്ല. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോ, നമുക്ക് വേറെ ആളെ നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയല്ലേ കെയർടേക്കറെ നോക്കുന്നേ? വേണ്ട, ഞങ്ങൾക്ക് ഈ കെയർടേക്കറിനെ തന്നെ വേണം. ഞാൻ കേട്ടത് മോള് പറഞ്ഞു തന്നെയാണോ? അതെ, നിങ്ങളാ ഇനി ഞങ്ങളുടെ കെയർടേക്കർ. ഇതാണ് ഫൈനൽ ഫിക്സ്. മുത്തശ്ശ, വളരെ നല്ല കെയർടേക്കറിനെ സെലക്ട് ചെയ്തേ. എന്താ അഞ്ചു ഇങ്ങനെ പറയുന്നേ? അഞ്ജലി, നന്നായി ആലോചിച്ചിട്ട് തന്നെയല്ലേ പറയുന്നേ? അതില് ക്ലാരിറ്റി ഉണ്ടല്ലോ നിനക്ക്. എന്റെ എക്സാംസിന് പോലും ഞാൻ ഇത്രയും ക്ലാരിറ്റിയോടെ ഇരുന്നിട്ടില്ല. എനിക്ക് ഓക്കെയാ. കുട്ടികളെ, നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. എന്തിനാ അവരുടെ അഭിപ്രായം? ഇതെല്ലാരും ഒരുമിച്ചെടുത്ത ഡിസിഷനാ. ഞങ്ങൾക്ക് ഇവര് തന്നെ ഉറപ്പായും കെയർടേക്കർ ആയിട്ട് വരണം. എന്ത് പറയുന്ന സോൾജേഴ്സ്? കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞാൽ അവള് കരയും. അഞ്ചു പറഞ്ഞതാ ഞങ്ങളുടെ അഭിപ്രായം. അങ്കിൾ, ടൈം വേസ്റ്റ് ചെയ്യണ്ട. പെട്ടെന്ന് തന്നെ ഇവരുടെ ലഗേജ് എടുത്തിട്ട് വാ. പോയെ 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 പോയെ. മഹേന്ദ്രനോട് ഒരു വാക്ക് ചോദിച്ചിട്ട് അതിനുശേഷം ജോയിൻ ചെയ്യുന്നതാവും ബെറ്റർ അല്ലേ? എന്താ മോളെ, ഞാനും നോക്കിക്കൊണ്ടിരിക്കുക. അവനോട് പറയണോ ഇവനോട് പറയണോ എന്നൊക്കെ പറയുന്നു. ഈ കുട്ടി ഇവിടെ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഏയ്, എനിക്ക് അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല അങ്കിൾ. അവനല്ലേ നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. എല്ലാവരും ചേർന്ന് സെലക്ട് ചെയ്തു. അവനെന്തിനാ വേണ്ടെന്ന് പറയുന്നേ? രാഘവ, പോയിട്ട് വാ. ഓക്കെ മാഡം, ശരി വന്നോളൂ. ഗുപ്ത, വന്നേ വന്നേ. ഇതെന്താ മാഡം, കുട്ടികളെ നോ പറയുമെന്ന് കരുതിയപ്പോ അഞ്ജലി മോള് ഷോക്ക് തന്നല്ലോ. അതാ എനിക്കും ഒന്നും മനസ്സിലാവാത്തത്.
ഈ വീട്ടിലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് എന്റെ മാത്രമായിരിക്കണം. അതനുസരിക്കുന്നവരാവണം ഇവിടെ ഉള്ളവര്. പക്ഷേ എവിടെയോ എന്തോ ഞാൻ അറിയാതെ തെറ്റ് നടന്നിട്ടുണ്ട്. ഇപ്പൊ ആ പെണ്ണ് കെയർടേക്കറായി ഇവിടെ വന്നാ നമ്മൾ പറയുന്നത് അനുസരിക്കോ? അവള് നമ്മളോടൊപ്പം നിക്കോ? മിസ്സമ്മ, ഇവിടെ എന്താ നടക്കുന്നത്? നടക്കാനുള്ളതാ നടന്നത്. രാഘവൻ സർ പോകാൻ പറയുന്നതിന് പകരം കുട്ടികൾ എന്നോട് വരാൻ പറയുന്നു. എന്തിനാ ഇവിടെ തന്നെ നിൽക്കാൻ പറയുന്നേ? അതാണ് എനിക്കും ഒന്നും മനസ്സിലാകാത്തത് മിസ്സമ്മ. നിങ്ങളെ കണ്ട ഉടനെ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന വിചാരിച്ച് അതിന് പകരം പെട്ടെന്ന് ജോയിൻ ചെയ്യൂ എന്ന് ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. രാഘവൻ സർ, ആ ചെറിയ കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. പറ, നിന്റെ പ്ലാൻ എന്താന്ന്? എന്തിനാ എസ് പറഞ്ഞേ? നോ പറഞ്ഞ് നിനക്ക് അവരെ പറഞ്ഞു വിട്ടൂടായിരുന്നോ? ആ, പറഞ്ഞു വിട്ടിട്ട് എന്ത് ചെയ്യാനാ? പറയേ. ഇവിടെ നിന്ന് പോയാ വേറെ എവിടെയെങ്കിലും ചെന്ന് മറ്റൊരു ജോലിക്ക് കയറും. പക്ഷേ നമ്മുടെ റിവെഞ്ച് ആര് തീർക്കുമെന്ന് പറ. നമ്മൾ വീണ്ടും ഡാഡിയോടൊപ്പം ചേർന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്ന സ്വപ്ന ഇല്ലാതാക്കി. നമ്മൾ ഇവിടുന്ന് മൂന്നാറിലേക്ക് പോവാനുള്ള പ്ലാൻ ഇല്ലാതാക്കി. പിന്നെയും ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ടു. നമ്മുടെ സന്തോഷം എല്ലാം ഇല്ലാതാക്കി. അങ്ങനെ ഇരിക്കുമ്പോ ഒരു നോ പറഞ്ഞാ തീരുന്ന പ്രശ്നമാണോ ഇത്? വരാനായിട്ട് പറഞ്ഞല്ലോ, ഇങ്ങ് വരട്ടെ. നമ്മൾ കൊടുക്കുന്ന ടോർച്ചറിൽ നിക്കണോ പോണോ എന്ന് കരുതി ആരോടും പറയാൻ പറ്റാതെ, എന്നെ വിട്ടേക്കെന്ന് പറയാൻ പറ്റാതെ, ആഹാ, അതല്ലേ നമ്മുടെ റിവെഞ്ച്. റിവെഞ്ച് പോലൊന്നും അവര് പ്ലാൻ ചെയ്യില്ലല്ലോ അല്ലേ? കുട്ടികളോടുള്ള എക്സ്പീരിയൻസ് വെച്ച് ഒന്ന് മാത്രം ഞാൻ പറയാം മിസ്സമ്മ. നമ്മുടെ ഈ കൂട്ടത്തിന്റെ തലവനായാൽ ഞാനൊരു തീരുമാനം എടുത്തിരിക്കുക. ഇന്ന് തൊട്ട് ആ വന്നിരിക്കുന്ന കെയർടേക്കറുമായി ഞാൻ യുദ്ധം തുടങ്ങാൻ പോവാ. അയ്യോ, ഇപ്പൊ എനിക്ക് എന്റെ ഫ്യൂച്ചർ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് എന്റെ ജോലി തീരാതെ ഞാൻ എവിടേക്കും പോവില്ല. ഇവരെല്ലാരും ഒരു ഗണമാണെങ്കിൽ സാറ് മറ്റൊരു ഗണമാ. വളരെ ഡേഞ്ചറസ് ആണ് ഇവർ. എന്ത് ചെയ്യുമോ എന്തോ. എത്ര കഷ്ടമാണെങ്കിലും ഞാൻ സഹിച്ചോളാം രാഘവൻ സർ, എന്റെ അച്ഛനു വേണ്ടി. ശരി, വാ മോളെ, ചെന്ന് നിന്റെ ലഗേജസ് ഒക്കെ എടുത്തോണ്ട് വരാം. എന്തൊക്കെ സംഭവിച്ചാലും കുട്ടികളോട് നല്ല സ്നേഹമായി ഈ വീട്ടിൽ തന്നെ കഴിയണം. മിസ്റ്റർ ഗുപ്ത, പറയൂ മകളെ. അവളെന്താ ഇവിടെ നിക്കണോന്ന് പറഞ്ഞത്? അവളുടെ അച്ഛന് വേണ്ടിയാണെന്നൊക്കെ. എന്താ കാര്യം? ആ മകളുടെ അച്ഛന്റെ ആരോഗ്യം മോശമായിരിക്കുകയാണ്. അവൾ കൊണ്ടുവന്ന പത്രത്തിൽ നിന്റെ ഭർത്താവ് ഒപ്പിടുകയാണെങ്കിൽ അവളുടെ അച്ഛൻ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും. എന്നുവെച്ചാ സൈൻ ചെയ്തു കഴിഞ്ഞ് അവള് പോകുന്നാണോ പറഞ്ഞേ? ഇല്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ഈ വീടിന്റെ മരുമകളല്ലേ. ഈ വീട്ടിൽ താമസിച്ച് ഈ വീടും ഈ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കും. അല്ല, എനിക്ക് എങ്ങനെ അറിയാമെന്നാണോ നീ ചോദിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാം അറിയാം, എന്നോട് പറയാത്തതാ. കുട്ടികൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് കെയർടേക്കറായി സെലക്ട് ചെയ്യാൻ ഞാൻ സഹായിച്ചിട്ടും സൈൻ കിട്ടിയിട്ട് ഇപ്പൊ പോകാൻ തീരുമാനിച്ചത് എന്താ? ഇതെന്താ, സാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ.
ഏത് സാറ്? എവിടുത്തെ സാറ്? നീ ആരുടെ സൈനിന് വേണ്ടിയാണോ കാത്തിരുന്നത്, ആരെയാണോ നീ അന്വേഷിക്കുന്നത്, അതാണ് ഞങ്ങളുടെ മേജർ സാറ്. അദ്ദേഹമാണ് ഇപ്പൊ വീട്ടിലേക്ക് പോയത്. ഇത് പറയാൻ എന്താ ഇത്ര ലേറ്റ് ആയേ? വണ്ടി തിരിക്ക്, വണ്ടി തിരിക്ക്. എന്തിന്? വേഗം പോയി അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ വാങ്ങാനേ, വേഗം. ധൃതി പിടിക്കാതെ. നീ ഒരുപാട് തിടുക്കം കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസത്തേക്ക് അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കരുതെന്ന്. വീട്ടിലൊരു ചെറിയ ചടങ്ങുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നീ നിന്റെ കാര്യം അവതരിപ്പിച്ചാ മതി.